ചിത്രകലയുടെ ലോകത്ത് തന്റേതായ ലോകം കെട്ടിപ്പടുക്കുകയാണ് പാമ്പാടി ഇലക്കൊടിഞ്ഞി മലയമറ്റത്തിൽ മിജേഷ് മാർക്കോസ്. ജനിച്ച നാൾ മുതൽ ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട മിജേഷിന് നട്ടെല്ലിലുണ്ടായ മുഴയാണ് ജീവിതത്തിലെ വില്ലനായത്. സ്കൂൾ ജീവിതം വീട്ടിൽ തന്നെ. 2 ടീച്ചർമാരും സഹോദരിയും ചേർന്ന് സ്കൂൾ വിദ്യാഭ്യാസം പകർന്നു നൽകി. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ വരയ്ക്കുമായിരുന്നു. 7ാമത്തെ വയസ്സിലാണ് VN വാസവൻ ആദ്യമായി തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന ഭാഗമായ ബോർഡുകളും ബാനറുകളും എല്ലാം തയ്യാറാക്കിയിരുന്നത് മിജേഷിന്റെ വീട്ടിലായിരുന്നു. പാമ്പാടി ബാലൻ എന്ന ചിത്രകാരന്റെ നേതൃത്വത്തിൽ ബോർഡുകളും ബാനറുകളും എഴുതിയിരുന്നത്. ബാലൻ ചേട്ടന്റെ ചിത്രങ്ങളും എഴുത്തുകളും നോക്കി നിന്ന പേരക്കുട്ടിയെ വല്യമ്മ ശ്രദ്ധിച്ചു. വല്യമ്മയാണ് അദ്ദേഹത്തോട് ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാമോ എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ചിത്രരചനയുടെ ലോകത്തേക്ക് ഹരിശ്രീ കുറിച്ചു. പുള്ളി എഴുതുന്നതും ചിഹ്നം വരയ്ക്കുന്നതും അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി. ആ സമയത്ത് എൻ്റെ മമ്മിയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആലപ്പുഴ സ്വദേശിയാണ്. അപ്പം ആ മമ്മിയുടെ അമ്മ അദ്ദേഹത്തിനോട്, പാമ്പാടി ബാലൻ ചേട്ടനോട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ശാരീരിക ബലഹീനതകളൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉന്നത നിലയിലൊന്നും എത്താൻ പറ്റിയില്ലായിരിക്കും. അപ്പം ഒരു കലാപരമായ ഒരു കഴിവ് ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. ബാലൻ ചേട്ടനെപ്പോൾ ഒരു കലാകാരൻ, അവന് ഒരു അനുഗ്രഹം കൊടുത്ത് പിന്നെ അവനെ ചിത്രരചനയ്ക്ക് ഒരു ഹരിശ്രീ കുറിപ്പിക്കണം എന്ന് ഒരു റിക്വസ്റ്റ് ഒന്ന് അഭ്യർത്ഥിച്ചു പുള്ളിയോട്. അപ്പോൾ പുള്ളിക്ക് ഞാൻ ദക്ഷിണ കൊടുത്ത് പുള്ളി എന്നെ കൊണ്ട് കൈപിടിച്ച് വരപ്പിച്ച് ആണ്, ശരിക്കും പറഞ്ഞ ഒരു ഗുരുനാഥൻ എന്ന് പറയാവുന്നത് അദ്ദേഹമാണ്. അല്ലാതെ ഞാൻ ശാസ്ത്രീയമായിട്ട് ചിത്രരചനയൊന്നും പഠിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ മോപ്പസാങ് വാലത്ത് എന്ന ചിത്രകാരനെ പരിചയപ്പെട്ടു. പിന്നീടുള്ള ചിത്രരചന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് മിജേഷിന് തീരാ നഷ്ടം തന്നെ. മോപ്പസാങ് വാലത്തിന്റെ സ്മരണാർത്ഥം ലളിതകലാ പരിഷത്ത് സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിലും മിജേഷ് പങ്കാളിയായി. 200-ലധികം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മദർ തെരേസ അടക്കം 20ഓളം പ്രമുഖ വ്യക്തിത്വങ്ങളെ വരയ്ക്കുകയും അവരുടെ കയ്യൊപ്പുകൾ പതിച്ച ചിത്രങ്ങൾ മിജേഷിന്റെ ശേഖരത്തിൽ ഉണ്ട്. ചിത്രരചനയോടൊപ്പം തന്നെ പരന്ന വായനയും ഒരു ശീലമാണ്. 100-ലധികം പുസ്തകങ്ങൾ സ്വന്തമായുണ്ട്. സുഹൃത്തുക്കളും നാട്ടുകാരും നല്ല ബന്ധത്താൽ ചിത്രരചനയ്ക്ക് ആവശ്യമായ സാധനങ്ങളും വായിക്കാനുള്ള പുസ്തകങ്ങളും നൽകാറുണ്ടെന്ന് മിജേഷ് പറയുന്നു. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് വരുന്ന ആശയം നിറങ്ങൾ ചാലിച്ച് ക്യാൻവാസിലേക്ക് പകർത്തണമെന്നാണ് മിജേഷിന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി.